ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ചാണ്. അതായത് എല്ലാവരും പുതിയ ബ്രീഡിംഗ് ബോക്സ് മേടിച്ച് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ബ്രീഡിംഗ് ബോക്സ് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതും ഒരു പൈസ ചിലവും ഇല്ലാത്ത രീതിക്ക് ഏത് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബ്രീഡിംഗ് ബോക്സിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. ഇതിനകത്ത് കുറച്ച് പ്ലസ് പോയിൻറ്റും ഉണ്ട്, കുറച്ച് മൈനസ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ തരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ബ്രീഡിംഗ് ബോക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു സാധനം തേങ്ങയാണ്. അപ്പോൾ ഇത് എത്രയും വലുത് കിട്ടുമോ അത്രയും വലിപ്പമുള്ളത് തന്നെ നോക്കിയെടുക്കുക. അതിൻ്റെ തൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഇത് പകുതി പേർക്കും അറിയായിരിക്കും, അറിയാത്തവർ കാണും, അവർക്ക് വേണ്ടിയാണ്. അപ്പം ഇതിനകത്തുള്ളതിൽ ഏറ്റവും വലുത് നോക്കി തന്നെ എടുക്കുക. പിന്നെ പച്ചയായിട്ടുള്ളത് എടുക്കരുത്. പച്ചയായിട്ടുള്ള എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നനവ് ഉള്ളത് കൊണ്ട് തന്നെ പൂപ്പൽ പിടിക്കാനും അതുപോലെ തന്നെ ഇവർ കാഷ്ടിക്കുമ്പം പെട്ടെന്നത് പൂക്കും കയറി. അതുകൊണ്ട് പച്ച എടുക്കരുത്, നല്ലപോലെ ഉണങ്ങിയത് നോക്കിയിട്ട് എടുക്കണം. അതും ഏറ്റവും വലുത് നോക്കി തന്നെ എടുക്കുകയും വേണം. എങ്കിലേ അതിനകത്ത് നമുക്ക് നല്ല സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എടുക്കേണ്ടത് ഇതുപോലൊരു വെട്ടുകത്തിയോ ഒരു വാക്കത്തിയോ എന്തെങ്കിലും എടുക്കുക. അതിനുശേഷം ഇത് രണ്ടായിട്ട് മുറിക്കുക. അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇത് രണ്ടായിട്ടേ മുറിക്കാവുള്ളൂ. 3, 4, 5 ഭാഗങ്ങളായിട്ട് ഇത് പറിച്ചെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് കയറി ഇറങ്ങിയും പോവും, ഭയങ്കര ഹോളായി പോവും. നമുക്കത് കറക്റ്റായിട്ട് റൗണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടാക്കി എടുക്കാമെന്ന്. ഇത് പതിയെ തന്നെ ചെയ്യുക. പെട്ടെന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമില്ല, നല്ലപോലെ സമയം പിടിക്കും. ഇതൊന്ന് രണ്ടായിട്ട് മുറിച്ചെടുക്കാനായിട്ട് എനിക്ക് ഇച്ചിരി സമയമെടുത്തു. രണ്ടായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഒരു സൈഡിൽ അതിൻ്റെ തേങ്ങ വരും. തേങ്ങയും നമ്മൾ പൊട്ടിക്കരുത്. പൊട്ടിച്ചതിനകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ അത് പിന്നെ ഉണക്കിയെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അതിനകത്ത് വെള്ളം വീഴാതെയും തേങ്ങ പൊട്ടിപ്പോവാതെയും നോക്കണം. അത് ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട്. എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് അതിൻ്റെ തേങ്ങ കാണും. അതും അതിൻ്റെ സൈഡ് വഴി നമ്മൾ വെട്ടിക്കൊടുത്തിട്ട് പതിയെ ഇളക്കി എടുക്കുകയോ ചെയ്യാവുള്ളൂ. നമ്മൾ അല്ലാതെ പൊക്കി കഴിയുമ്പോൾ നടുവിൽ നിന്ന് അത് പൊട്ടിപ്പോയി കഴിയുമ്പോൾ നമ്മളത് കറക്റ്റായിട്ട് വെച്ച് സെറ്റ് ചെയ്യാൻ നേരം കറക്റ്റ് റൗണ്ട് നമുക്ക് കിട്ടത്തില്ല. കയറി ഇറങ്ങിയും പോവും, അവിടെ നിറച്ച് ഹോള് വരും. അപ്പം അങ്ങനെ ചെയ്യരുത്. കറക്റ്റായിട്ട് പൊട്ടാത്ത രീതിക്ക് നമ്മളത് പതിയെ സമയമെടുത്ത് പൊളിച്ചെടുത്താൽ മതി. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു 2 തൊണ്ട് നിറയും ചകിരി, അതിൻ്റെ ഇത്രയും ചകിരിയുടെ ആവശ്യം നമുക്കില്ല. ഇതിനകത്ത് 3/4 നമുക്ക് ഇതിൽ നിന്ന് പറിച്ച് കളയണം. കാരണം നമ്മളെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 എഗ്ഗ് 7 എഗ്ഗ് അവർക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴും അതിനകത്ത് കിടക്കാനുള്ള ഇട വേണം. അതിനുവേണ്ടിയാണ് ഞാൻ വലിയ തൊണ്ട് തന്നെ എടുക്കണമെന്ന് പറഞ്ഞത്. അപ്പം അതിനിടയ്ക്ക് നമ്മളിതുപോലുള്ള ചകിരി പറിച്ച് കളഞ്ഞു കഴിയുമ്പം കുറച്ചും കൂടെ അതിനകത്ത് ഇട കൂടും. അതായത് വലിപ്പം ഈ ബ്രീഡിംഗ് ബോക്സിൻ്റെ കൂടുന്നതുകൊണ്ട് അവർക്ക് നല്ല രീതിക്ക് കിടക്കാൻ പറ്റും. അതുകൊണ്ട് അത് നല്ല രീതിക്ക് പറിച്ച് കളയണം. പറിച്ച് കളയുമ്പോൾ ഒരുപാടങ്ങ് തീർത്ത് അത് പറിച്ച് കളയരുത്. അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് റൗണ്ട് പിടിച്ച് കെട്ടാനും അത് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ കാണിക്കുന്ന അളവിലേ അതിൽ നിന്ന് പറിച്ച് കളയാവുള്ളൂ. കാരണം നമ്മുടെ ലവ് ബേഡൊക്കെ ഒരു 5, 6, 7 എഗ്ഗ് വരെയൊക്കെ ഇടുന്നവരാണ്. അപ്പം അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ഇട തന്നെ അതിനകത്ത് കൊടുക്കണം. പിന്നെ ലവ് ബേഡിന് മാത്രമല്ല, അതുപോലെ തന്നെ ഫിഞ്ചസിനും ഇതെടുക്കാം കേട്ടോ. ഫിഞ്ചസിന് നല്ല റിസൾട്ടുള്ളതാണ്. ഈ 2 ബേഡ്സിന് മാത്രമേ ഞാൻ ഇത് വെച്ച് കൊടുക്കാറുള്ളൂ. അത് വെച്ച് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ബാക്കിയുള്ള ബേഡ്സിനൊക്കെ ബ്രീഡിംഗ് ബോക്സ് തന്നെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വലിയ പോട്ടുകൾ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിനും കുറച്ച് മൈനസും പ്ലസ്സും ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ ഇത് വെച്ച് അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് നല്ല രീതിക്ക് ഒരു ചൂട് ഇതിനകത്ത് നിൽക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാ സൈസ് എഗ്ഗും വിരിഞ്ഞ് കിട്ടും. ഏറ്റവും വലിയ പ്രശ്നം ഈ തണുപ്പ് സമയത്താണ്. നമ്മൾ എഗ്ഗ് ഇവർ ചെയ്താൽ പോലും പലതും വിരിയാതായിപ്പോവും. കറക്റ്റായിട്ട് ചൂട് ചെല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെയല്ല, ഇതിനകത്ത് കറക്റ്റായിട്ട് ചൂട് നിൽക്കും. പിന്നെ ചൂടുള്ള സമയങ്ങളിൽ, അതായത് നല്ല വെയിലും ഒക്കെ ഉള്ള സമയങ്ങളിൽ ഇത് വെച്ച് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കല്ലാത്ത ബ്രീഡിംഗ് ബോക്സോ ബ്രീഡിംഗ് പോട്ടോ വെച്ച് കൊടുക്കാം. ഇത് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഒരു ചിലവും ഇല്ലാത്തൊരു സാധനമാണ്. ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ എത്ര എണ്ണം വേണേലും നമ്മുടെ കേജിനകത്ത് വെച്ച് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്കിതൊരു നാച്ചുറലായിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ അവർ
ആദ്യം ഒരു 2 ദിവസമൊക്കെ ഇതിനകത്ത് കയറി അതിൻ്റെ സൈഡെല്ലാം കടിച്ച് കളഞ്ഞാൽ അവർക്ക് ആവശ്യത്തിന് അനുസരിച്ച് അത് സെറ്റ് ചെയ്തോളും. പിന്നെ അതങ്ങനെ നശിച്ചു പോകത്തുമില്ല. നമുക്കൊരു 2 ബ്രീഡിങ് 3 ബ്രീഡിങ് വരെ നമുക്കൊരു ബ്രീഡിംഗ് ബോക്സിനകത്തുനിന്ന് കിട്ടും. ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. നമ്മളെ വീഡിയോസ് കാണുന്നവർക്കറിയാൻ പറ്റും, പഴയ വീഡിയോയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മൾ അതിനകത്തുനിന്ന് ചകിരി മുഴുവൻ പറിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതിനകം കണ്ടു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് തന്നെ ആ നാര് മുഴുവൻ പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തൊരു ഇടയായിട്ട് സെറ്റ് ആവത്തില്ല. അത് മുഴുവൻ എനിക്ക് ക്ലീൻ ചെയ്ത് കളയാം. അത് കണ്ടിച്ച് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല. അത് പെട്ടെന്നൊന്നും തീരത്തുമില്ല. അത് ഒരു ശല്യമായിട്ട് കൂർത്ത് നിൽക്കത്തേ ഉള്ളൂ. അപ്പം അത് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എളുപ്പ വഴിയാണ് ഇതുപോലൊരു പേപ്പർ എടുത്തിട്ട് കത്തിച്ചിട്ട് നമ്മൾ തൊണ്ട് ഇതിൻ്റെ മണ്ടയിലായിട്ട് വെക്കുകയെന്ന് പറഞ്ഞാൽ അത് കത്തിപ്പോകുന്ന രീതിക്കില്ല, നാരൊന്ന് വങ്ങിപ്പോകുന്ന രീതിക്ക് ചുമ്മാ ഒന്ന് ചൂടാക്കുക, തീ പിടിപ്പിക്കുക. ഇല്ലെങ്കിൽ അതിനകത്ത് വെച്ചാണെങ്കിലും ഒന്ന് കത്തിച്ചാൽ മതി. ഇപ്പം ഞാൻ കാണിക്കാൻ വേണ്ടി അങ്ങനെ കാണിച്ചതേ ഉള്ളൂ. ഇങ്ങനെ പിടിക്കുമ്പോൾ കൈ പൊള്ളും. ഇതിപ്പോൾ കത്തിച്ച് കഴിഞ്ഞുള്ള അവസ്ഥയാണ്. ഇപ്പോൾ കണ്ടോ, ഇത് ഫുള്ളായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. അതിനകത്ത് ആ പൊങ്ങി നിന്ന നാരെല്ലാം തന്നെ കത്തി ഒഴിവായി പോയിട്ടുണ്ട്. ബാക്കി ഭാഗത്തൊന്നും ഒരു ഡാമേജും ഇല്ല. അത് നമ്മൾ ബാക്കി കരി ഇരിക്കുന്നതൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് പൊക്കോളും. അത് തൂത്തില്ലെങ്കിലും പ്രശ്നമില്ല, അത് അതിനകത്തിരുന്നാലും ഒരു പ്രശ്നമില്ല. അതിന് ശേഷം മറ്റേ ഭാഗം എടുത്ത് അതുപോലെ തന്നെ കത്തിച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പം ആവശ്യത്തിന് അതിനകത്ത് ഇടയുണ്ടാവും. ഇപ്പോൾ ഇനി ഒരു 7 കുഞ്ഞുങ്ങൾ വരെ സുഖമായിട്ട് അതിനകത്ത് കിടക്കും, ഒരു പ്രശ്നവുമില്ല. 2 മാസം വരെ അത് താങ്ങി പിടിച്ചോളും, വേറെ പ്രശ്നമൊന്നുമില്ല. അത് കഴിയുമ്പോൾ നമ്മൾ ഈ ബ്രീഡിംഗ് ബോക്സ് എടുത്ത് കളഞ്ഞിട്ട് അടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ചെയ്യാനുള്ള കാര്യം, ഇതുപോലെ ഈ സാധനം നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പം ഇതിന് കെട്ടുകമ്പി കിട്ടുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും, കാരണം കുറേ നാളും കൊണ്ട് നിൽക്കും. ഇപ്പോൾ എനിക്ക് കിട്ടിയത് വള്ളിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വള്ളി എടുക്കുകയാണെങ്കിൽ കേരവള്ളി എടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. ഇവർ പെട്ടെന്നൊന്നും കടിച്ച് പൊട്ടിച്ച് കളയത്തില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കയർ കിട്ടും, അത് മേടിച്ചാലും മതി. അപ്പോൾ ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാം. നമ്മൾ ഇതിൻ്റെ ഓരോ ഭാഗത്തു കൂടെയും ഇത് കോർത്താണ് എടുക്കുന്നത്. ഇതിൻ്റെ 2 സൈഡ് വഴിയും കോർത്താണ് എടുക്കുന്നത്. അതായത് ഇതേപോലെ ഒരു ആണിയോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തിയോ എന്തെങ്കിലും എടുത്തിട്ട് അതിൻ്റെ ആ തൊണ്ടിനകത്തോട്ട് കയറത്തില്ലാത്ത രീതിക്ക് അതിൻ്റെ ആ പുറംതൊലി ഉണ്ടല്ലോ അതിനകത്തൂടെ മാത്രമായിട്ട് ഒരു ചെറിയ ഒരു ഹോള് പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിനകത്തൂടെ ഈ നൂല് കോർത്ത് പുറത്തെടുക്കുക. അതുപോലെ ഇടവിട്ട് കോർക്കുക. മുഴുവനായിട്ടും വട്ടത്തിൽ കോർത്തതിന് ശേഷം അവിടെ കെട്ടിവെക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ കോർത്ത് നമ്മൾ ലാസ്റ്റ് കൊണ്ട് കെട്ടുക. കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി ഫുള്ളായിട്ട് തന്നെ തീരും. ഇത്രേ ഉള്ളൂ അതിൻ്റെ പരിപാടി. ഇനി ചെയ്യേണ്ട കാര്യം, ഇതിനൊരു ഹോളിട്ട് കൊടുക്കേണ്ട കാര്യമാണ്. അതൊരു മെയിൻ പ്രശ്നമാണ്. കാരണം ഇതിന് ഹോളിടുമ്പോൾ നമ്മൾ നോക്കി ഹോളിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞുങ്ങൾ ചാടി പുറത്തു പോകും, ഇല്ലയെന്നുണ്ടെങ്കിൽ അത്ര ഭാഗം അത് ഭയങ്കര തുളയായിപ്പോവും. കാരണം നമ്മൾ ഇടുന്ന ആ ഹോളിനകത്ത് ഇവർ വീണ്ടും വന്ന് കടിച്ചത് കളയും. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഭാഗത്തും ഹോളിടരുത്, അതേപോലെ തന്നെ ഈ ഭാഗത്തും ഹോളിടരുത്. നമ്മൾ പിന്നെ ഹോളിടുന്നത് ഈ ഒരു നടുവിലായിട്ടാണ്. നടുവെന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഇച്ചിരിയും കൂടെ മണ്ടയിലായിട്ട് വരുന്ന ഭാഗത്ത് വേണം ഇടാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങി വരും കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് വേണം ഹോളിട്ട് കൊടുക്കാൻ. ഹോളിട്ട് കഴിയുമ്പം ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഒരു ചെറിയ കത്തിയോ വല്ലതും വെച്ചിട്ട് പതിയെ കട്ട് ചെയ്തങ്ങ് എടുത്താൽ മതി. ഇതിന് വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മുറിഞ്ഞിങ്ങ് പോരും. കുഞ്ഞ് ഹോളിട്ടാലും മതി, ഒരുപാട് വലുപ്പമുള്ള ഹോളിട്ട് കൊടുക്കുകയും ചെയ്യരുത്. കാരണം ഇവർ കുറച്ച് കഴിയുമ്പോൾ അത് കടിച്ച് വലുതാക്കും. അപ്പം നമ്മൾ ചെറിയ ഹോളിട്ട് കൊടുത്താൽ തന്നെ മതി, അത് ധാരാളമാണ്. ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ, നിങ്ങൾ എന്തായാലും ഇത് പരീക്ഷിച്ച് നോക്കുക. ഒരു ചിലവുമില്ലാതെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റിയൊരു ബെസ്റ്റ് സാധനമാണിത്. ആകപ്പാടെ ഉള്ളൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 തവണ ബ്രീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് പ്രശ്നമില്ല. 2 തവണ ബ്രീഡ് ചെയ്ത് കഴിയുമ്പം ഇതെടുത്ത് കളഞ്ഞിട്ട് അടുത്ത ബ്രീഡിംഗ് ബോക്സ് കയറ്റി വെച്ച് കൊടുക്കുക. ഇനിയപ്പോൾ ആരും ബ്രീഡിംഗ് ബോക്സും ബ്രീഡിംഗ് പോട്ടൊന്നും മേടിച്ച് വെറുതെ പൈസ കളയണ്ട. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് എന്തായാലും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബേഡ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.